So that is below HP and in VP line. Okay. So next case. Next case will be point A7 where it is in HP and in front of VP. Okay. In HP and in front of VP. Now previous case നമ്മൾ എന്താണ് VP ലുള്ള രണ്ട് കേസ് നമ്മൾ നോക്കി. ഇനി HP ൽ point HP ൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നാണ് നോക്കുന്നത്. So here you can see your vertical plane as well as a horizontal plane 3D ലുള്ള അല്ലേ. And the XY line joining and before that നിങ്ങളിപ്പോൾ വരച്ച സൊല്യൂഷൻ ഞാൻ കണ്ടു. എന്താണ് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് പോലെയാണ് ചെയ്തത്. നമ്മൾ എന്താണ് പറഞ്ഞിരുന്നു പലതരത്തിലുള്ള സ്കെച്ചിങ് ഉണ്ടെന്ന് പറയുന്നത്. ബട്ട് ഗ്രാഫിക്സ് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ് ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് അല്ല വേണ്ടത്. നിങ്ങൾ എന്താണ് പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. സോ യു ക്യാൻ യൂസ് പെൻസിൽസ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പെൻസിൽ കൊണ്ട് നമ്മൾ വരയ്ക്കേണ്ടതെന്നൊക്കെയുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ബേസിക്സ് പറഞ്ഞിരുന്നു. സോ യു ഹാവ് ടു ഡു അക്കോർഡിംഗ് ടു ദാറ്റ്. ഓക്കെ, പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ വേണം. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പിന്നെ പ്രൊജക്ഷൻ വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ലൈന് തിൻ ലൈനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പ്രോപ്പറായിട്ട് കാണിക്കേണ്ട തിക്ക് ലൈൻ ആയിട്ടൊക്കെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞില്ല. അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ആൻഡ് ബെറ്റർ ടു യൂസ് റോളർ സ്കെയിൽ. ഓക്കെ, റോളർ സ്കെയിൽ നമുക്ക് എന്താണ് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ടു ഡ്രോ പാരലൽ ലൈൻസ് ആൻഡ് റോളർ സ്കെയിൽ കണ്ടിട്ടുണ്ടോ? റോളർ സ്കെയിൽ എന്താ അറിയാമോ? എനിവൺ? അപ്പൊ റോളർ സ്കെയിൽ യൂസ് ചെയ്യുക. റോളർ സ്കെയിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താണ് പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് XY ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് 3 സെന്റിമീറ്റർ മാറിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കണം. നൊട്ടേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ B എന്ന് പറയുന്ന പോയിന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പോയിന്റിന് എടുക്കുന്നതെങ്കിൽ സ്മോൾ ബി ആയിരിക്കും ടോപ്പ് വ്യൂ ആൻഡ് സ്മോൾ ബി ഡാഷ് ആയിരിക്കും ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ അതുപോലെയുള്ള കാര്യങ്ങൾ ആ നൊട്ടേഷൻസും കാര്യങ്ങളും ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. സോ എന്താണ് നിങ്ങൾ ഷീറ്റിലും ഡ്രോയിങ് ഷീറ്റിലൊക്കെ വരയ്ക്കുകയാണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ പിന്നെ ലെറ്ററിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പ്രോപ്പർ ആയിട്ട് എന്താണ് ലെറ്ററിങ്, അത് പിന്നെ ടെക്സ്റ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് ലെസണിലായിട്ട് ലെറ്ററിങ്ങിന്റെ കാണാനായിട്ട് സാധിക്കും. ഓരോ ലെറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രിന്റഡ് പോലെ സ്റ്റെൻസിലൊക്കെ വരുന്നത് പോലെ പ്രിന്റഡ് പോലെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഡയമെൻഷനിങ് കാര്യം പ്രോപ്പർ ആയിട്ട് പറഞ്ഞത് തിൻ ലൈൻസ് വെച്ച് സൈഡിൽ വരച്ചിട്ട് ആരോ ഹെഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്നതിനെ കുറിച്ചാണ്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് തന്നെ പ്രോപ്പറായിട്ട് വരയ്ക്കണം. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചാൽ മാത്രം പോരാ, അതെന്താണ് അതിന്റെ പ്രോപ്പറായ രീതിയിൽ തന്നെ വരയ്ക്കണം. സോ ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ റോളർ സ്കെയിൽ തൽക്കാലം അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഈതർ സ്കെയിൽ. ഓക്കെ, നോർമൽ സ്കെയിൽ യൂസ് ചെയ്യാം. ബട്ട് എന്താണ് പിന്നെ റോളർ സ്കെയിൽ വിൽ ബി മോർ ഹെൽപ്ഫുൾ. നിങ്ങൾക്കായാലും പെട്ടെന്ന് വരയ്ക്കാനായിട്ട് സാധിക്കുന്ന റോളർ സ്കെയിൽ ഉണ്ടായിരിക്കും. See, so we have drawn our HP and VP here. You can see VP and HP and XY line. Line intersecting between the planes. So in 2D we have drawn the XY line. Okay, then നമ്മൾ എന്താണ് മാർക്ക് ചെയ്തു, സിമിലർ പ്രൊസീജിയർ ആണ് മാർക്ക് ചെയ്തു. then your point. So point is in HP അല്ലെ, ഒരു ഫ്ലോറിലുള്ള കൺസിഡർ ദിസ് ഇതൊരു ഫ്ലോറും ഇതൊരു അത് നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരു വാളും ആണെങ്കിൽ ഫ്ലോറിലുള്ള ഒരു പോയിന്റ് ആണ് ഉദ്ദേശിച്ചത് അല്ലെ, അതുപോലെയാണ് വരുന്നത്. Point is here and then we have named the point as A7, C capital A. Okay, so എന്താണ് അവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. Now when you are seeing from here അല്ലെ ഫ്രണ്ട് വ്യൂല് നമ്മൾ ഇവിടുന്ന് വാച്ച് ചെയ്യാണ്. So at that time projection will be on the XY line അല്ലെ. കാരണം എന്താണ് HP ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ത്രൂ ദിസ് വേ. അപ്പൊ അത് പോയി ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ്? XY ലൈനിലാണ് ഈ രണ്ട് പ്ലെയിനും പോയി ഇന്റർസെക്ട് ചെയ്യുന്നത്. സിമിലർലി അപ്പൊ ഈ പോയിന്റ് HP യിലാണെങ്കിൽ അത് പോയി ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ആ XY ലൈനിൽ തന്നെ ആയിരിക്കും പോയി ഇന്റർസെക്ട് ചെയ്യുക. സ്ട്രേറ്റ് ലൈൻ പ്രൊജക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് അല്ലെ, ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് പോയിന്റ് ക്യാൻ ബി ടേക്കൺ ആസ് എന്താണ് നോൺ ഡയമെൻഷണൽ ആയിട്ട് എടുക്കുക. ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലാത്തതാണ് നമ്മളൊരു പോയിന്റ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി HP പ്ലെയിനിലുള്ള ഒരു ഡോട്ട് പോലെ വരുന്നതാണ്. സോ അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺ ദിസ് XY ലൈൻ. സിമിലർലി എന്താണ് VP പറഞ്ഞ പോലെ തന്നെ VP വന്നപ്പോൾ എന്താണ് XY ലൈനിൽ തന്നെയാണ് വന്നത് അല്ലേ. സിമിലർലി ഹിയർ ഓൾസോ. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പോയിന്റ് അറ്റ് ദ സെയിം ടൈം വെൻ യു സീ ഫ്രം ദ ടോപ്പ്. നമ്മൾ എന്താണ് രണ്ട് പ്രൊജക്ഷൻസിലാണ് നമ്മൾ നോക്കുന്നത് പറഞ്ഞത് അല്ലേ.
സോ ടോപ്പ് വ്യൂല് വ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി സം ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് വി പി അല്ലെ. വി പിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്? വി പിയിൽ നിന്ന് അറ്റ് സം ഡിസ്റ്റൻസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ടോപ്പ് വ്യൂ വരുന്നത്. സോ you will mark like this, right? A7 എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യും. So at some distance. And this is in 3D. നമ്മൾ ഇനി എന്ത് ചെയ്യും? Since this is first quadrant, ഇത് എന്താണ് ഇവിടെ വന്നു. So we will normally rotate it clockwise. അപ്പോൾ ഈ ഫ്ലാപ്പ് എന്താണ്? ഈ ഫ്ലാപ്പ് coincide with the VP here അല്ലെ. VP എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ടുണ്ട്. So ഈ HP എന്ന് പറയുന്നത് we will rotate it clockwise and it will coincide with the bottom part of the VP so that point will be shown like this. A7. See, A7 എന്ന് പറയുന്ന ക്യാപിറ്റൽ A7 എന്ന പോയിന്റ് എടുത്തു. Now A7 എന്താണ്? ഫ്രണ്ട് വ്യൂ വെച്ചപ്പോൾ A7 ഡാഷ് സ്മോൾ A7 ഡാഷ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? A7 എന്ന് നമ്മളോട് കൊടുത്തു. ഓക്കെ, സ്മോൾ ലെറ്റർ A7. So you can see the XY line here. ഇത് പ്രോപ്പർ ആയിട്ടാണ് വരച്ചത്. ഓക്കെ, so whenever you are drawing in drawing sheet or in your notebook, make sure that you use the proper tools. എന്താണ് പെൻസിൽ കൊണ്ട് വരയ്ക്കുക, അതായത് നമ്മൾ പറഞ്ഞു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പാടില്ല എന്ന് പറഞ്ഞു, സ്കെച്ചിങ് അങ്ങനെ പാടില്ല. അപ്പോൾ ഇപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് എന്താണ് പെൻസിലും അതുപോലെ റോളർ സ്കെയിലും മാത്രം തന്നെ മതി വരയ്ക്കാൻ. പിന്നെ പ്രോപ്പറായിട്ട് ലെറ്റർ ചെയ്യുക. നമ്മൾ എന്താണ് ഫ്രീ ഹാൻഡ് കൊണ്ട് എഴുതുന്ന പോലെ അല്ല എഴുതുക. ഓക്കെ, ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ ഇതിന്റെയും ലെറ്ററിന്റെ സ്ട്രോക്ക് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് വരയ്ക്കുക, അതാണ് വേണ്ടത്. സോ ദിസ് ഈസ് അവർ കേസ് 7. ഓക്കെ, പോയിന്റ് ഇൻ HP and in front of VP. Now we will see the conclusions. എന്തൊക്കെയാണ് conclusions നോക്കാം. So in 3D and in 2D, so you can see point in front of VP. So point in front of VP ആണെങ്കിൽ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ബിലോ XY ലൈൻ, കാരണം ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ദിസ് വിൽ ഗോ ബിലോ XY ലൈൻ. ആൻഡ് പോയിന്റ് ഇൻ HP, so whenever point is in HP, എന്ത് പറ്റും? So your front view will be on XY line അല്ലെ, on XY line. Say this is 1 centimeter above XY അല്ല HP. 1 centimeter above HP എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? പോയിന്റ് വിൽ ബി ഇങ്ങോട്ട് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് പ്രൊജക്ട് ചെയ്യും. സോ പോയിന്റ് ഈസ് above XY line. ബട്ട് ദിസ് ഈസ് എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം HP എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഫ്രം HP എന്ന് പറയുന്നത് 0 ആണ്, സിൻസ് ഇറ്റ് ഈസ് ഓൺ HP. സോ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം XY ലൈൻ ഇസ് ഓൾസോ 0. നമ്മൾ പറഞ്ഞു ഇത് റെക്ടാംഗിൾ ആയിട്ട് ഫോം ചെയ്യുന്നതിനൊക്കെ നേരത്തെ പോയിന്റിന്റെ കാര്യത്തിൽ പറഞ്ഞു അല്ലെ. സേ പോയിന്റ് ഈസ് ഹിയർ അല്ലെ. അപ്പൊ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഉണ്ടാവും അല്ലെ. ആ രണ്ട് ഡിസ്റ്റൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് റെക്ടാംഗിൾ ആയിട്ട് ഫോം ചെയ്യും. സോ ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. സിൻസ് ഹിയർ ഡിസ്റ്റൻസ് ഫ്രം HP ഈസ് 0, സിമിലർലി ഡിസ്റ്റൻസ് ഫ്രം XY ഈസ് ഓൾസോ 0 എന്നാണ് അതിന്റെ കേസ്. ക്ലിയർ അല്ലേ? So we will see position 8. Okay, so whenever it is in next place in HP and behind VP. So next is, and so we have seen both cases in VP, now both cases in HP. So in HP in front of VP one, now next is in HP and behind VP. So അതെങ്ങനെയാണ് വരുന്നതാണ് നോക്കാനുള്ളത്. So you see here, see the same way. This is your HP and this is your VP. Okay, portion VP. Now you have drawn the XY line also here. Okay, XY line is drawn here. So ഇതിൽ നിങ്ങൾ പറയൂ പിന്നെ XY line വരച്ചു. Okay, so this is your point. So roll number 18, front view എങ്ങനെയായിരിക്കും വരിക? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇൻ HP ലായിരിക്കും, XY ലായിരിക്കും. ഇൻ XY ലായിരിക്കും. XY ലായിരിക്കും. സിമിലർ കേസ് ആണ്, ബിക്കോസ് മ്യൂട്ട് ചെയ്തല്ലോ. എന്താണ് സിമിലർ കേസ്? കാരണം ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് ഫ്രം HP എന്ന് പറയുന്നത് 0 ആണ്, ഇൻ HP ആയതുകൊണ്ട്. സിമിലർലി എന്ത് വരും? ഇൻ XY ആയിരിക്കും വരിക ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടോപ്പ് വ്യൂ റോൾ നമ്പർ 36 എങ്ങനെയായിരിക്കും വരിക?
ടോപ്പ് വ്യൂ ആലോചിച്ച് നോക്കും. നിങ്ങൾ പ്രൊജക്ട് ചെയ്യുക, ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യുക. വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എവിടെ വരും? എബോ ആയിരിക്കൂലേ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ? അതെ അതെ, എക്സ് വൈക്ക് എബോ ആയിരിക്കും. കറക്റ്റ് ആണ്. സോ അതാണ് കേസസ്. ഓക്കെ, നമ്മൾ ആ ഒരു പിന്നെ ഇനീഷ്യലായിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓരോ കേസസ് എന്താണ് നമുക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ സി ഹിയർ, യുവർ പോയിന്റ് ഈസ് A8 and we are from front. The front view will be on xy line, right? So distance from HP is 0. Similarly, distance from xy is also 0. Now, so അതാണ് നിങ്ങൾ you should name front view as A8 dash. Okay, so whatever be the point, you will name it as with a dash. Okay, small letter, small case വരെ യൂസ് ചെയ്യാം. So front top view. So you will be viewing from top. അപ്പൊ എന്താണ് A8ന് ടോപ്പ് വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടി കഴിഞ്ഞു. ഓൺ HP ല പോയിന്റ് കിട്ടി. Now you have to rotate this. Okay, clockwise ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. So that your HP will be coinciding with the VP. Okay, so ആ പോയിന്റ് എവിടെ വരും? ആ പോയിന്റ് എന്താണ് മുകളിൽ വന്നു കഴിഞ്ഞു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിഹൈൻഡ് EP എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ ഇതേ ഡിസ്റ്റൻസ് ആണ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Now one more Yes, case sir. ഉണ്ട്. Now one more case ഉണ്ട്, ലാസ്റ്റ് കേസ്. ഇൻ HP ആൻഡ് ഇൻ VP. സോ നമ്മൾ എന്താണ് ആദ്യം ഓരോ കേസസിൽ ഇൻ ഫ്രണ്ട് ഓഫ് EP, എബോവ് HP എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് കേസ് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു പ്ലെയിനിലാക്കി കൊണ്ടുവന്നു. Now it is in both plane, in HP and in VP. അങ്ങനെ പറഞ്ഞാൽ അത് എവിടെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഊഹിച്ചു നോക്കുക. അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ HP യിലും ആണ്, അറ്റ് ദ സെയിം ടൈം VP യിലും ആണ്. അത് എവിടെയായിരിക്കും? അതെ, ഒറിജിൻ അല്ലെ XY ലൈനിലാണ് വരിക. അതാണ് എന്റെ കേസ്. സോ യു സി HP ആൻഡ് VP. സോ ഇതിൽ ഇൻ HP എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും, ഇൻ VP എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. സോ ഇതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ XY ലൈൻ ആയിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ യുവർ XY ലൈൻ ആൻഡ് ദെൻ പോയിന്റ് ഈസ് ടേക്ക് എ പോയിന്റ് A9. ഒരു പോയിന്റ് എടുത്തു അല്ലെ, ഇൻ HP, ഇൻ VP. നോ, ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അവിടെ തന്നെ ആയിരിക്കും. അവിടെ തന്നെ ആയിരിക്കും അല്ലെ. നിങ്ങൾ ഫ്രണ്ട് നിന്ന് വ്യൂ ചെയ്തു, പ്രൊജക്ട് ചെയ്തു, പ്രൊജക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? അവിടെ തന്നെയാണ് പ്രൊജക്ട് ചെയ്ത് വരിക. കാരണം ഡിസ്റ്റൻസ് ഫ്രം VP is 0, അല്ലെ ഡിസ്റ്റൻസ് ഫ്രം HP is 0. സോ പോയിന്റ് ഈസ് പ്രൊജക്റ്റഡ് ടു ദർ ആൻഡ് ടോപ്പ് നിങ്ങൾ വ്യൂ ചെയ്തു. എന്താണ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ഇവിടുന്ന്, ഫ്രം പ്ലെയിൻസിന് ഡിസ്റ്റൻസ് ഇല്ല. സോ യുവർ ഫ്രണ്ട് വ്യൂ ഓൾസോ ഈസ് ദർ അല്ലെ. ടോപ്പ് വ്യൂ ഈസ് ദർ, ഫ്രണ്ട് വ്യൂ ഈസ് ദർ, പോയിന്റ് ഈസ് ഓൾസോ ദർ. സിൻസ് അവിടെ തന്നെ ഒറിജിനിൽ തന്നെ ആയതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. റൊട്ടേറ്റ് ചെയ്താലും എന്താണ്, ഇൻ കേസ് നിങ്ങൾ ഈ HP റൊട്ടേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, എന്നാലും പോയിന്റ് എവിടെയും പോകുന്നില്ല, സെയിം പ്ലേസിൽ തന്നെയാണ് പോയിന്റ് അല്ലെ. സോ ഇൻ 3D and 2D വിൽ സി പോയിന്റ് ഇൻ HP ഫ്രണ്ട് വ്യൂ ഈസ് ഓൺ XY ആൻഡ് പോയിന്റ് ഇൻ VP ടോപ്പ് വ്യൂ ഈസ് ഓൺ XY. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, whenever the point is in HP, your front view will be on XY. പ്രീവിയസ് കേസസിലൊക്കെ ഓക്കെ അങ്ങനെയാണ്. whenever your point is in VP, top view will be on XY. ഈ കേസിൽ എന്താണ് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തൊന്നു. സോ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓൺ XY. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേസ് വരുന്നത്. ഓക്കെ, now we will see some questions. Okay, സ്ലൈഡ്സ് കാണുന്നില്ലേ? ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് പോയിന്റ്സ് യു സി പ്രൊജക്ഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജക്ഷൻ ആണ് ഇവിടെ കാണുന്നത്.
യു ക്യാൻ സി വി പി എച്ച് പി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. നോ, ഇങ്ങനെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് വ്യൂ ഫ്രം ഹിയർ, സോ യു ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ ഹിയർ, വ്യൂ ഫ്രം ഹിയർ ടോപ്പ് വ്യൂ. This is your front view, and once this HP is rotated, the top view is below XY line. So, ഇത് അതിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? HP is rotated clockwise for 90 degrees to get it below XY line. ഈ കേസിൽ ഓക്കെ, so here A dash point is A, front view A dash, small a dash, and top view A. കിട്ടിക്കഴിഞ്ഞു. ഈ എക്സാമ്പിൾ ഒന്ന് വരച്ചു. ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആസ്കിങ്. ഓക്കെ, സോ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് വരയ്ക്കുക. Okay, a point A is 20 mm above HP and 30 mm in front of VP. Draw its projections. Point A is 20 mm above HP and 30 mm in front of VP. Draw its projections. So first, locate the point. 20 mm above HP. See, 20 mm above HP and 30 mm in front of VP. See, 30 mm in front of VP. So, normal locate it. This is in first quadrant. Okay. So now you have to project this point. Okay, project here. So ഇതിപ്പോ നമ്മൾ എപ്പോഴും എന്താണ് നോർമലി ഇത് വരയ്ക്കാറില്ല. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നൗ യു വിൽ ബി ഏബിൾ ടു വിഷ്വലൈസ് ദിസ് യുവർ സെൽഫ് അല്ലെ. നിങ്ങൾക്ക് എന്താണ് മൈൻഡിൽ തന്നെ ഇത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന ആലോചിക്കാം. സോ ഫ്രണ്ട് വ്യൂ വിൽ ബി പ്രൊജക്റ്റഡ് ഇൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, സോ എന്താണ് എബോവ് എക്സ് വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരിക. കാരണം എന്താണ് ഇതൊരു റെക്ടാംഗിൾ ഫോം ചെയ്യുന്ന കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. സോ എബോവ് എക്സ് വൈ 20 ആണെങ്കിൽ ഈ ഫ്രണ്ട് വ്യൂ വരുന്നത് എവിടെയായിരിക്കും? എബോവ് എക്സ് വൈ ലൈനിൽ എത്രയായിരിക്കും? 20യിലായിരിക്കും. യു ഹാവ് മാർക്ക് ഇറ്റ് എബോവ് 20. സോ ദിസ് ഈസ് യുവർ ലൈൻ. ഓക്കെ, ഇങ്ങനെയാണ് വരക്കേണ്ടത്. സോ ദിസ് ഈസ് യുവർ ലൈൻ ആൻഡ് ദിസ് ഈസ് യുവർ ലൈൻ ഷോയിങ് എന്താണ് കണക്ടിങ് എ ഡാഷ് ആൻഡ് എ. സോ അതെന്താണ് ഡയമെൻഷൻ ചെയ്യുന്നുണ്ടോ? പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് അത് നമ്മൾ എന്താണ് എവിടെ നിന്നാണെന്നുള്ള ആരോ ഹെഡ് വെച്ച് കാണിക്കും. അങ്ങനെ പ്രോപ്പറായി ആരോ ഹെഡ് വെച്ച് കാണിച്ച് ദിസ് ഹാസ് ടു ബി റിട്ടൺ 20. അതിങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, സിമിലർലി 30 ഡയമെൻഷൻ ചെയ്യണം. ദിസ് ഈസ് നോൺ ഡയമെൻഷനിങ്. ദിസ് ലൈൻ ഇസ് നോൺ ഡ്രോ ദ പ്രൊജക്ഷൻസ്. ഓരോ ഇതെന്താണ് 3, 6, 7 എണ്ണം ഉണ്ട്. ഓക്കെ, 7 പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാനുണ്ട്. സോ ഈ 7 പോയിന്റ് തമ്മിലും 25 mm അപ്പാർട്ട് നമുക്ക് പ്ലോട്ട് ചെയ്താൽ മതി. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ ദ സെയിം ഗ്രൗണ്ട് ലൈൻ. സെയിം ഗ്രൗണ്ട് ലൈൻ സെയിം എക്സ് വൈയിൽ തന്നെ വരച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെയിം എക്സ് വൈയിൽ പോയിന്റ് കാണിച്ചാൽ മതി വിത്ത് 25 mm അപ്പാർട്ട്. സോ ബിറ്റ്വീൻ ദ പോയിന്റ്സ് എന്താണ് ആ എക്സ് വൈ ലൈനിന്റെ 25 mm അപ്പാർട്ടിൽ നമുക്ക് പ്രൊജക്ഷൻ വരച്ചാൽ മതി. സോ ഫസ്റ്റ് പോയിന്റ് ഇൻ ദ എച്ച് പി ആൻഡ് 20 mm ബിഹൈൻഡ് ദ വി പി. In the HP and 20 mm behind the VP. So roll number 44. Roll number 44. absent ആണോ? Then roll number 46. Yes, sir. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെ നമ്മൾ വരയ്ക്കാന്ന്. ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് വൺ ടോപ്പ് വ്യൂ ഒറിജിനൽ ആയിരിക്കും. ടോപ്പ് വ്യൂ അല്ല, ലൈക്ക് എക്സ് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആയിരിക്കില്ലേ? ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആയിരിക്കും. ഹലോ, പറഞ്ഞോളൂ. ആ പോയിന്റ് ഏത് ക്വാർട്ടറിന്റാന്ന് നോക്കൂ ആദ്യം.
ഇൻ എച്ച് പി ആണ്, ഇൻ ക്വാഡ് ബിഹൈൻഡ് വി പി ആണ് അല്ലേ? ആ ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നോക്കൂ. ഫ്രണ്ട് വ്യൂല് നിങ്ങൾക്ക് പ്രൊജക്ഷൻ എവിടെയാണ് വരിക? എബോ എക്സ് വൈ എബോവ് എക്സ് വൈ ആയിരിക്കും. അല്ല ടോപ്പ് വ്യൂ എബോ എക്സ് വൈ. ഓക്കെ, ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ. ഓക്കെ, ഫ്രണ്ട് വ്യൂ പ്ലെയിനിൽ തന്നെ ഒറിജിൻ എക്സ് വൈ ലൈനിൽ തന്നെ വരും. Since it is in HP, front view will be in XY line അല്ലേ? പ്രോപ്പർ ഡയമെൻഷനിങ് ചെയ്ത് അത് വരച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, സോ റോൾ നമ്പർ 52. ഒന്ന് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞോളൂ. Front view will be above XY line and top view will be below XY line. Top view will be below XY line. Top viewന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും below XY line എത്ര വരുന്നത്? 25 mm. 25 mm. ഓക്കെ, സോ അതൊന്ന് വരച്ചൊന്ന് കാണിക്കാമോ? ഒരു minute. വരച്ചോ? കാണിച്ചില്ലല്ലോ, എവിടെ? ഹലോ, ഈ താഴത്തെ ലൈൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എക്സ് വൈ ലൈൻ അല്ലേ വരേണ്ടത്? അല്ലേ? എക്സ് വൈ ലൈൻ അല്ലേ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക? ഹലോ, XY ലൈനിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ആണോ? താഴെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കണ്ടത് എന്താ? ഗ്യാപ്പ് ഒന്നുമില്ല. ഒന്നുകൂടെ സൊല്യൂഷൻ ഒന്ന് കാണിക്കുമോ? ഓക്കെ, സെക്കൻഡ് താഴെ വരച്ചാണല്ലേ? ഓക്കെ ഓക്കെ, ഓക്കെ ഓക്കെ, ശരി. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് സോൾവ് ചെയ്യുക. അതായത് CDEFG എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് പിന്നെ സർ പറഞ്ഞോളൂ. സർ ഒരു ഡൗട്ട്, ഇതിന് കീപ്പിംഗ് ദ പ്രൊജക്ട് 25 millimeter അപ്പാർട്ട് അതെന്താണ്? അതെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരച്ചല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരച്ചു കഴിഞ്ഞു. അത് അതേ സെയിം XY ലൈനിൽ ആ പ്രൊജക്ടർ, അതായത് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 25 mm എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പിന്നെ നേരത്തെ വരച്ചത് കണ്ടില്ല, ഒന്ന് വരച്ചിട്ട് താഴെയല്ല വരച്ചത്. അങ്ങനെ വരക്കണം എന്നില്ല, ജസ്റ്റ് ആ XY ലൈനിൽ തന്നെ ഒരു പ്രൊജക്ടറിൽ നിന്ന് നെക്സ്റ്റ് പ്രൊജക്ടിലേക്ക് 25 mm ഇടുക. സോ എന്താണ്
എക്സ് വൈ ലൈൻ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 25 mm 25 mm ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഫസ്റ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊജക്ഷൻ വരയ്ക്കാം. സെക്കൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് 25 mm വരയ്ക്കാം, നെക്സ്റ്റ് 25 mm വരയ്ക്കാം, അങ്ങനെ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അടിക്കും ഡൗൺ Sir, അപ്പൊ അടിക്കും മുകളിലും ഇറക്കാം. ഒരേ എക്സ് വൈ ലൈനിലായിരിക്കും നിങ്ങളുടെ ഈ പോയിന്റുകളൊക്കെ വരിക. ഒരു എക്സ് വൈ ലൈൻ നിങ്ങൾ പേജിൽ വരയ്ക്കാന്ന് വിചാരിക്കാം. സോ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 25 mm ഓരോന്ന് ഡിവൈഡ് ചെയ്യാം. ഓരോ 25 mm വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസ് വരയ്ക്കാം, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? സംവാട്ട് ലൈക്ക് ദിസ് വരും. ഓക്കെ, ഇതുണ്ടോ ഓരോന്നും നമ്മൾ 25 mm ഡിഫറൻസിലാണ് വരച്ചിരിക്കുന്നത്. കണ്ടോ കണ്ടോ? ലെഫ്റ്റ് റൈറ്റ് അത്ര ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഓക്കെ. ഫോർ നെക്സ്റ്റ് ക്ലാസ് ഒന്ന് സോൾവ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് റെപ്പിനെ ഞാൻ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. A point P is 50 mm above HP and 20 mm in front of VP. Another point Q is 25 mm behind VP and 40 mm below HP. So draw the projections of P and Q, keeping the distance between their projectors equal to 90 mm. Draw the straight lines joining their top views and their front views. So ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, രണ്ട് പോയിന്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനിൽ വന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞാൽ തന്നെ പ്രൊജക്ടേഴ്സിന്റെ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? സോൾവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഏത് ക്വാഡ്രന്റ് നോക്കും. എ പോയിന്റ് പി ഈസ് 50 mm above HP and 20 mm in front of VP. സോ നമുക്ക് എന്താണ് ക്വാഡ്രന്റ് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അനദർ പോയിന്റ് ഈസ് 20 mm ബിഹൈൻഡ് ദ VP and 40 mm below HP. അത് ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ് വരും അല്ലേ? സോ അതിന്റെ രണ്ടിന്റെ പിന്നെ രണ്ടിന്റെ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. പ്രൊവൈഡഡ് projections of P and Q keeping the distance between the projectors equal to 90 mm. So previous case എന്താണ് between the projectors ആണ് 25 mm ആണ്. So ഈ കേസിൽ 90 mm ആണ്. So you can do one thing. ഒരു പോയിന്റ് നിങ്ങൾ വരയ്ക്കുക, ഫ്രം ദർ എക്സ് വൈ ലൈനിൽ നിങ്ങൾക്ക് 90 mm മാർക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് അടുത്ത പോയിന്റ് വരയ്ക്കുക, ആൻഡ് ദെൻ ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻസ് ജോയിനിങ് ദ ടോപ്പ്. സോ ഇപ്പൊ പോയിന്റ് ഒന്ന് P ആണ്, ഒന്ന് Q ആണ്. സോ സ്മോൾ ലെറ്റർ Pയും സ്മോൾ ലെറ്റർ Qവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് P ഡാഷും Q ഡാഷും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ക്ലിയർ ആണോ? ഒന്ന് വരച്ചു നോക്കൂ. ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് വരച്ചു നോക്കൂ, സോൾവ് ചെയ്തിട്ട് അതോടെ ഒന്ന് നോക്കാം. ശിവറാം ഒന്ന് സോൾവ് ചെയ്യുന്നെന്ന് പറയാം. സാർ ഒരു വരച്ചു കഴിഞ്ഞ വീഡിയോ കാണിച്ചാൽ മതിയാവും? വരച്ചു കഴിഞ്ഞിട്ട് കാണിച്ചാലും മതി. ഒരു മിനിറ്റ്, കഴിയാറായോ? ഏകദേശം ഒരു മിനിറ്റ്. ശരി. ബാക്കിയുള്ളവർ സ്വന്തം സോൾവ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ തന്നെ സോൾവ് ചെയ്തിട്ട് വന്നാലേ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്വന്തം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാണെങ്കിൽ ചോദിക്കാം.
വരച്ചു കഴിഞ്ഞോ? ഷുവറോ? ഒരു മിനിറ്റ്. പോയിന്റ് എന്ന് പറയും എങ്ങനെ വന്നത്? ഈ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാർട്ടറിലായിരുന്നില്ല അല്ലേ? അൺമ്യൂട്ട് ചെയ്യൂ. യെസ് സർ. ആ നീ പറയൂ. ഫസ്റ്റ് ക്വാർട്ടറിലല്ലേ പി വന്നത്? യെസ് സോ എവിടെയാ വരച്ചത്? ഏതാ സൊല്യൂഷൻ ആണ് സർ ഇത്? ഓക്കെ. സോ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എബോവ് എച്ച് പി in front of VP. in front of VP. Okay. So above HP in front of VP. So this is your P dash, right? Yes. Above XY. P dash above XY. Okay. In between projectors line 90 mm. 90 mm. Okay. Then next point. Next point third quadrant line. Third quadrant. Okay. So that's rotate it. Top view top view. Okay. Top view. And front view below XY line. Any next question last പറഞ്ഞത് okay ശരിയാണ്. പറഞ്ഞത് എന്താണ്? Connect the points between two front views and two top views. Okay. Okay. Okay sir. Join this. Thank you sir. Okay. Ready. So I will show you the solution. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, തൽക്കാലം പെട്ടെന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾ പെൻ വെച്ച് വരച്ചാലും നോട്ടിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ സോൾവ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ഇപ്പൊ ഇതെന്താണ്, പെട്ടെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പെട്ടെന്ന് വരയ്ക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇപ്പോൾ വരയ്ക്കാൻ സാധിക്കില്ലായിരിക്കും. ബട്ട് യു ഹാവ് ടു സോൾവ് ദിസ് പ്രോബ്ലം സിസ്റ്റമാറ്റിക്കലി. ഓക്കെ. സോ സീ ഹിയർ. So this was on first quadrant. And you can see the point here, right? And then 15 above HP on the point front view and your top view P here. And line between this projector, 90 mm. So you can see here, we have marked it as 90 mm. Then the third quadrant. So in the third quadrant, top view will be above XY line. Front view and the opposite. Okay. So then our points will connect. So once you have drawn these points, just connect it using a thin line. അതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ എന്താണ് സൊല്യൂഷൻ വരുന്നത്. ഓക്കെ.